അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വിജയശങ്കറും ജഗദീഷ് വക്കീലും കൂടി വന്നിട്ട് ആ സ്ത്രീയുടെ ഭർത്താവും അർച്ചനയും തമ്മിൽ എന്താ ബന്ധം, ആ സ്ത്രീ കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകളാണല്ലോ പറഞ്ഞിട്ട് പോയത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകളാണെങ്കിൽ പിന്നെ എന്തിനാ കേൾക്കാൻ വേണ്ടി വരുന്നത്, കേൾക്കാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കുമ്പോൾ അവരാരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷേ അവരുടെ ഭർത്താവുമായിട്ട് അർച്ചനയ്ക്ക് എന്താ ബന്ധം എന്നിങ്ങനെ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അർച്ചനയ്ക്ക് ദേഷ്യം വരും കേട്ടോ. ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ എന്ന് പറയാണ്. അങ്ങനെ നീ വായടപ്പിക്കാൻ ശ്രമിക്കേണ്ട, നീയും അയാളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെ എൻ്റെ ബന്ധത്തെക്കുറിച്ച് ചോദിക്കേണ്ട, നിങ്ങൾക്ക് എന്താ അവകാശം എന്ന് അർച്ചന ചോദിക്കുമ്പോൾ വിജയശങ്കർ ചോദിക്കുന്നത്, ഞാനുമായിട്ടുള്ള അവകാശം എന്താണെന്ന് നിനക്ക് പ്രത്യേകം ഞാൻ പറഞ്ഞു തരണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്നുമോളുമായിട്ടുള്ള അവകാശം അവളുടെ അടുത്ത് മാത്രം മതി, അല്ലാതെ എൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട എന്ന് പറയണം കേട്ടോ. അതിനുശേഷം ദീപ്തിയും അർച്ചനയും നല്ല പോലെ തന്നെ കൊടുക്കുകയാണ്. ആകെ വിഷമത്തോട് കൂടിയിട്ടാണ് അർച്ചനയും ദീപ്തിയും കൂടി അവിടെ നിന്നും പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. പിന്നീട് ദീപ്തിയോട് അർച്ചന ഇങ്ങനെ സംസാരിക്കുകയാണ്. ദീപ്തി ചോദിക്കുന്നുണ്ട്, അയാൾ പറഞ്ഞതൊക്കെ ശരിയാണോ, നിന്നെയും അയാളെയും കൂടി ഓട്ടോറിക്ഷയിൽ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതെ, ഞാൻ ഓട്ടോറിക്ഷയിൽ വരാനുള്ള കാരണം എല്ലാം ദീപ്തി ഇങ്ങനെ പറയുകയാണ്. അതേപോലെ ജഗദീഷ് വക്കീൽ പറയുന്നുണ്ട്, ഹോട്ടൽ റൂമുകളിലൊക്കെ ജഗദീഷ് വക്കീൽ അർച്ചന അന്വേഷിച്ച് പോവുകയാണെന്നൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ ശരിയാണോ ചോദിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ദീപ്തിയോട് പറയണം കേട്ടോ. ആ കരിമലക്കൊടിയിലുള്ള ആ കുടിയൻ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയല്ലോ, അയാളെ ഇപ്പം നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല പോലെ കൊടുക്കണം. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, ആര് നിന്നെ അവിശ്വസിച്ചാലും നിൻ്റെ വീട്ടുകാർ നിൻ്റെ കൂടെ ഉണ്ടാകും എന്ന് ദീപ്തി പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എനിക്കത് മാത്രം മതി, എൻ്റെ മോളും എൻ്റെ സഹോദരങ്ങളും മാത്രം എൻ്റെ കൂടെ ഉണ്ടാവണം, ബാക്കിയുള്ളവർ എന്തോ പറഞ്ഞോട്ടെ, അതിനൊന്നും എനിക്ക് വിഷയമില്ല, ആകെ മൊത്തം എനിക്ക് അപമാനിതയായി ഞാൻ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം നമ്മുടെ JK ആ മത്തായി ആയിട്ട് മാതച്ചനുമായിട്ട് ഇങ്ങനെ ഒരു പുഴയോരത്ത് പോയിട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് അയാൾ ചോദിക്കുന്നുണ്ട്, വീടൊക്കെ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ആ വീട് എനിക്ക് ഇഷ്ടമായില്ല, പക്ഷേ എൻ്റെ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി എനിക്ക് വീട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞായറാഴ്ച ഞാൻ പോയിട്ട് അഡ്വാൻസ് എല്ലാം കൊടുത്ത് എഗ്രിമെൻ്റ് എഴുതും എന്നിങ്ങനെ പറയുമ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് കേട്ടോ, അയ്യോ അപ്പോൾ എൻ്റെ കാര്യം പോയോ ചോദിക്കുമില്ല, നിനക്ക് കമ്മീഷൻ തരാനുള്ള കാര്യം ഞാൻ നിനക്ക് കമ്മീഷൻ തരാം, പിന്നെന്താ, നിനക്ക് എൻ്റെ കൂടെ കൂടണം എന്നല്ലേ നീ പറഞ്ഞിരിക്കുന്നത്, നീ എന്തായാലും എൻ്റെ കൂടെ കൂടിക്കോ, പക്ഷേ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ഒരു കാര്യമുണ്ട്, എൻ്റെ കാര്യങ്ങളിലെല്ലാം നീ നന്നായി ശ്രദ്ധിക്കണം, ഇല്ല എങ്കിൽ നിന്നെ ഞാൻ ഏത് നിമിഷവും പറഞ്ഞു വിടും എന്നിങ്ങനെ പറയുമ്പോൾ അയാൾ പറയണം കേട്ടോ. മാതച്ച ഇങ്ങനെ പറയണം, ഭയങ്കര സന്തോഷമായി, ഞാൻ എന്തായാലും പറഞ്ഞ അനുസരിച്ച് നിന്നോ. അതേസമയം അർച്ചനയും ദീപ്തി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും JK അവിടെ നിന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നു കേട്ടോ. ദീപ്തി പറയും, അതാ അയാൾ, നമുക്ക് എന്തായാലും ശരി ഇപ്പം തന്നെ പോയിട്ട് അയാളോട് ചോദിക്കണം എന്നിങ്ങനെ പറയുകയാണ്. അർച്ചനയും ദീപ്തിയും കൂടി പോവുകയാണ് കേട്ടോ. ഇവരെ കണ്ടത്, എന്താ നിങ്ങളിവിടെ കാറ്റ് കൊള്ളാൻ വന്നതാണോ എന്ന് JK ചോദിക്കും കേട്ടോ. അത് കേൾക്കാത്ത താമസം ദീപ്തിക്ക് അങ്ങനെ കല്ല് കയറിയിട്ട്, നിങ്ങളുടെ ഉദ്ദേശം എന്താണ്, നിങ്ങളുടെ ഭാര്യയെ വിട്ടിട്ട് ഇവളെ എന്തിനാ അപമാനിച്ചത്, എൻ്റെ ഭാര്യയോ, ആ മധുബാല വന്നിട്ട് ഇവളെ ഒരുപാട് അപമാനിച്ചല്ലോ, എന്തായിരുന്നു അതിൻ്റെ ഭാര്യയെ നിലയ്ക്ക് നിർത്തണം, അങ്ങനെ ദീപ്തി വായിക്കൊള്ളാത്ത കാര്യങ്ങളെല്ലാം പറയും കേട്ടോ. അർച്ചനയും പറയും, ഞാൻ ഒരു പരിചയമില്ല, ജഡ്ജിയുടെ മകളാണെന്ന് മാത്രമേ എനിക്ക് അറിയുള്ളൂ, അതിൽ കൂടുതലൊന്നും അറിയില്ല, എന്തായിരുന്നു അതിൻ്റെ ആവശ്യം, ഞാൻ നിങ്ങളുമായിട്ട് ഒരു ബന്ധമില്ലല്ലോ, പിന്നെ എന്തിനാണ് എന്നെല്ലാം അങ്ങനെ ദീപ്തിയും അർച്ചനയും വാതോരാതെ JK ഇങ്ങനെ പറയണം കേട്ടോ. തിരിച്ച് JK ഒരു മറുപടിയും പറയണില്ല കേട്ടോ. അതിനുശേഷം അർച്ചന പറയും, മതി ഇയാളോട് പറഞ്ഞിട്ട് എന്താ കാര്യമെന്ന് പറഞ്ഞതിന് ശേഷം അർച്ചനയും ദീപ്തിയും കൂടി വരികയാണ് കേട്ടോ. പിന്നീട് ദീപ്തി ചോദിക്കും, അയ്യോ നമ്മൾ അയാളെ പറഞ്ഞത് ഒരുപാടായോ, നിന്നെ ആ സ്ത്രീ വന്ന് അപമാനിച്ചപ്പോൾ നമുക്ക് വിഷമമില്ലേ, അതുപോലെ ആവുകയോ എന്നിങ്ങനെ ചോദിക്കും. അർച്ചന പറയും, ഒന്നും പറഞ്ഞത് അധികമായില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അയാൾ അർഹിച്ചതാണ് നമ്മൾ കൊടുത്തത് എന്നിങ്ങനെ പറയും. പിന്നീട് ദീപ്തി പറയും, അയാളിനി വല്ല പുഴയിലോ എന്തിലെങ്കിലും മാനസിക വിഷമമായിട്ട് ചാടുകയോ, കുടിയന്മാരുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ല എന്നിങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ആ കുടിയന്മാർ ചാടി ആത്മഹത്യ ചെയ്തെങ്കിൽ കൂടെ ആൾ ചിന്നുമോള് അഡ്വാൻസ് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്, JK സാർ ഇങ്ങനെ അഡ്വാൻസ് തന്നു എന്നിങ്ങനെ പറയുകയാണ്. അത് പറയുന്നത് കേൾക്കുമ്പോഴേക്കും മഞ്ജുവിനാകെ ദേഷ്യം വരികയാണ് കേട്ടോ. എന്തിനാ നീ അഡ്വാൻസ് മേടിച്ചത്, ഇനി ചേച്ചി മറ്റേ വാങ്ങിയിട്ടുണ്ടെങ്കിലോ എന്നിങ്ങനെല്ലാം പറഞ്ഞിട്ട് മഞ്ജുവിനെ വഴക്ക് പറയുക. ചോദിക്കുകയാണ്, മഞ്ജു ചേച്ചിക്ക് മാത്രമേ ഉള്ളല്ലോ പ്രശ്നം, വേറെ ആർക്കും പ്രശ്നമില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കും. ഞാൻ പ്രശ്നം പറഞ്ഞൊന്നുമല്ല, ഇനി ചേച്ചി ആരുടേതെങ്കിലും അഡ്വാൻസ്
അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ടെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ചേച്ചി ആ എഴുത്തുകാരന് കൊടുക്കണം എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്, പിന്നെന്താണ്, അതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്നിങ്ങനെ പറയണം. അതേ സമയത്ത് തന്നെ അർച്ചന അങ്ങോട്ടേക്ക് വരുമ്പോൾ മഞ്ജു പറയാത്ത ചേച്ചി വന്നല്ലോ, ഇനി ചോദിച്ചോ, കാര്യങ്ങൾ എന്താ വെച്ചാൽ തീരുമാനിച്ചോട്ടെ എന്നിങ്ങനെ പറയണം കേട്ടോ. ചിന്നുമോളുടെ മുഖം കണ്ടിട്ട് ആകെ അർച്ചന ചോദിക്കും എന്താ പറ്റിയത്, എന്താണ് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ജെയ്ക്കിൻ്റെ അഡ്വാൻസിൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നത്. എന്തായാലും ചിന്നു വാക്ക് പറഞ്ഞതല്ലേ, എന്തായാലും ഇനി കൊടുക്കുക എന്ന് അർച്ചന തീരുമാനിക്കുകയാണ്.